നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനായതുകൊണ്ട് എൻ്റെ താലന്ത് ഞാൻ കൊണ്ട് കുഴിച്ചിട്ടു, നിൻ്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. പലപ്പോഴും ആ ഉത്തരം കേൾക്കുമ്പോൾ നമ്മുടെ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ചിന്തയുണ്ട്. ആ മനുഷ്യൻ്റെ ഉത്തരത്തിൽ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. യജമാനനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനായതുകൊണ്ട് നിൻ്റെ താലന്ത് ഞാൻ കൊണ്ട് കുഴിച്ചിട്ടു. അപ്പോൾ അവിടെ ആരാ കുറ്റക്കാരൻ? ആ ദാസനാണോ യജമാനാണോ കുറ്റക്കാരൻ? യജമാനെ, നീ വിതയ്ക്കാത്തടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ കൊണ്ട് എൻ്റെ താലന്ത് കുഴിച്ചിട്ടത്. എൻ്റെ കുഴപ്പമാണോ? അല്ല. ഒരു പക്ഷേ നമ്മുടെ ആധ്യാത്മിക അനുഭവങ്ങളും നമ്മുടെ നോമ്പനുഷ്ഠാനങ്ങളും നമ്മുടെ പ്രാർത്ഥനയുടെ ആധുനിക രീതികളുമൊക്കെ ഇപ്രകാരം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് പ്രിയമുള്ളവർ നാം ജീവിക്കുന്നത്. എല്ലാത്തിൻ്റെയും കുറ്റം ഉടയവനെ മാറ്റിവെക്കുന്ന ഒരു പ്രത്യേകതരം ആധ്യാത്മികതയാണ് നമ്മുടെ ചുറ്റിലും നിലനിൽക്കുന്നത്.